ഹലോ ഗായ്സ്, ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കി വീഡിയോ ആട്ടോ ഇത്. അങ്ങനെ കല്യാണത്തിന് പോകാനൊക്കെ റെഡിയായി, മക്കളെ ഒരുക്കി ഞാൻ ഉച്ചയൊക്കെ ഒരുങ്ങി റെഡിയായി കേട്ടോ. ഇതാട്ടോ നമ്മളെടുത്ത റൂമോ, ഓയോ വഴി എടുത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല റൂമായിരുന്നു, റേറ്റും കുറവായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല റൂമായിരുന്നു. രാവിലെ താമസിച്ചാട്ടോ എഴുന്നേറ്റത്. ഇന്നലെ വൈകിട്ട് വന്ന് കിടന്നപ്പോൾ തന്നെ താമസിച്ചായിരുന്നു. പിന്നെ എല്ലാവരും ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയോളമായി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അടുത്ത് രാവിലത്തെ ഉച്ചയ്ക്കത്തെ കൂടെ ഒരുമിച്ച് കഴിച്ചേക്കാന്ന്. അങ്ങനെ നമ്മൾ മീൽസ് കഴിക്കാനായിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അൺലിമിറ്റഡ് കറികളും ചോറും അത്യാവശ്യം നല്ല കറികളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം നമ്മുടെ ടേസ്റ്റിലൊക്കെ വരുന്ന സൈസ് കറികളും 10 കൂട്ടം കറിയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് മിഠായിത്തെരുവിലോട്ടാണ്. അവിടെ കുറച്ചധികം നേരം നിന്ന് കേട്ടോ. നല്ല വെയിലായിരുന്നു, എന്നാലും എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചധികം നേരം അവിടെ ഒക്കെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. കോഴിക്കോട് നിന്ന് നമ്മൾ നേരെ മലപ്പുറത്തോട്ടാട്ടോ വന്നത്. അവിടെ വളാഞ്ചേരി വെച്ചായിരുന്നു കേട്ടോ കല്യാണം. നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞ റിസപ്ഷനായിരുന്നു. അവിടെ വന്നപ്പോഴത്തേക്കും കോലുകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി വരുന്ന വഴി ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. പിള്ളേരുടെ ഡ്രസ്സിനൊക്കെ നല്ല ഓഫറിൽ നല്ല വിലക്കുറവിൽ കണ്ടു കേട്ടോ. അങ്ങനെ പിന്നെ മക്കൾക്ക് 3-4 ഡ്രസ്സൊക്കെ മേടിച്ച്. പെൺകുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. 87 രൂപ 97 രൂപയ്ക്കൊക്കെ നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു അവിടെ. നമുക്ക് പിന്നെ 2 ആൺപിള്ളേരായതുകൊണ്ട് നമുക്ക് നോക്കി നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. കുറച്ചധികം നേരം നമ്മളവിടെ നിന്ന് സമയം കളഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ വിട്ടടിച്ച് എയർപോർട്ട് ഓടിക്കൊണ്ട് കേട്ടോ വണ്ടി നിർത്തിയത്. അപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. പിന്നെ ഒന്ന് നടുവ് നിർത്താനും വാഷ്റൂമിൽ പോകാനും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ പിന്നെ വണ്ടി എടുക്കാമെന്ന് ഓർത്ത് കുറച്ച് അധികം നേരം ഞങ്ങളിവിടെ നിന്ന് കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഫ്ലൈറ്റൊക്കെ പോണത് കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വണ്ടി എടുത്തു കേട്ടോ. ഇപ്പോഴാകുമ്പോഴത്തേക്കും പിന്നെ തിരക്കില്ലല്ലോ, വെളുപ്പിനല്ലേ. പകൽ എന്നാ തിരക്കുള്ള റോഡൊക്കെയാണല്ലോ ഇപ്പോൾ വിജനമായിട്ട് കിടക്കുന്നത്. തിരക്കില്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം സ്പീഡിലാണ് കേട്ടോ വന്നത്. മക്കൾ 2 പേരും ഉറങ്ങി കേട്ടോ. ഇക്കയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ ഞാനും ഇക്കയും കൂടെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ ഞങ്ങളെങ്കിൽ പോകുന്നത്. വീട്ടിൽ എത്തിയപ്പോൾ വെളുപ്പിന് 4:30ഓളമായി.